ഇതുവരെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം ഈ സർക്കാരിനെതിരെ, CPM-നെതിരെ, ഈ ഒന്ന് പത്മകുമാറിനെതിരെ ഒരു നടപടിയുമില്ല, രണ്ട് ഈ കേസിന്റെ ദിശ തെറ്റിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി തന്നെ ഇടപെട്ട് സ്വാധീനമുണ്ടാക്കി തെറ്റിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ്. തന്ത്രിയുടെ അറസ്റ്റോടുകൂടി ഇനി ഈ ആക്ഷേപങ്ങളൊക്കെ ഇല്ലാതാകാൻ പോകുന്നു, പ്രതിപക്ഷ സുഹൃത്തുക്കൾക്ക് ഇനി ഒന്നും പറയാനുണ്ടാകില്ല എന്നാണ് ഡോക്ടർ PK ഗോപൻ പറഞ്ഞത്. എങ്ങനെയാണ് തന്ത്രിയുടെ അറസ്റ്റിനെ താങ്കൾ കാണുന്നത്? ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു അന്വേഷണ ദിശ, ഒരു അന്വേഷണ വഴിത്തിരിവായി താങ്കൾ ഇതിനെ കാണുന്നുണ്ടോ, ശ്രീ രാജു പി നായർ? അല്ല, ഇതൊരു വഴിത്തിരിവായിട്ടൊക്കെ ആരെ കാണുന്നത്? ഈ കൊള്ളയിൽ പങ്കാളികളായിട്ടുള്ള ആരുണ്ടെങ്കിലും അതിനകത്ത് അറസ്റ്റ് ചെയ്യപ്പെടണം. അതിനകത്ത് തന്ത്രി എന്നുള്ളത് കൊണ്ട് തന്ത്രി അറസ്റ്റ് ചെയ്യപ്പെടാൻ പാടില്ല എന്നുള്ള ഇതും, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ അന്വേഷണം പാടില്ല എന്നുള്ള നിലപാടൊന്നും ഞങ്ങൾക്കില്ല. അദ്ദേഹവും ഇതിനകത്ത് ഈ മഹസർ എഴുതിയത് ഒപ്പിട്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ അന്വേഷണം പറ്റേ, ഞങ്ങൾ ആർക്കെതിരെയുള്ള അന്വേഷണത്തിനായിരിക്കുന്നത്. പിന്നെ ശ്രീ ഗോപൻ എന്താണ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. തന്ത്രി അറസ്റ്റ് ചെയ്യപ്പെട്ടത് കൊണ്ട് രാഷ്ട്രീയ നേതൃത്വം ഇതിനകത്ത് രക്ഷപ്പെട്ടു എന്നാണോ? ഞാൻ പ്രേക്ഷകരുടെ ഓർമ്മയിലേക്ക് വേണ്ടി പോവുകയാണ്. ഈ ഓരോരോ അറസ്റ്റ് വരുമ്പോൾ നമ്മൾ ഈ കേസ് എന്താണെന്ന് മറന്നു പോരുത്. എന്താണ് ഈ കേസ്? 2019 ദേവസ്വം ബോർഡ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു കീഴ്ശാന്തിക്കാരനായിരുന്ന ഒരാളെ ഈ ശബരിമലയിലെ ഇത്രയും വലിയ വിശ്വാസപരമായും വൈകാരികമായും സാമ്പത്തികമായും എല്ലാം മൂല്യമുള്ള അയ്യപ്പൻ്റെ ദ്വാരപാലക ശില്പവും കട്ടളപ്പടിയും സ്വർണ്ണപ്പാളികളും എല്ലാം ഉൾപ്പെടെ അത് കൊടുത്തുവിടുന്നതിന് വേണ്ടി ഒരു ഉത്തരവിറക്കി. ആ ഉത്തരവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്പോൺസർ എന്ന് പറഞ്ഞുകൊണ്ട്, സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ വ്യാജ സർട്ടിഫിക്കറ്റായിട്ട് ആൾക്കാരുടെ മുമ്പിൽ, അല്ലെങ്കിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആണെങ്കിലും ആൾക്കാരുടെ മുമ്പിൽ വന്ന് ക്യാൻസറാണ് അല്ലെങ്കിൽ നെഞ്ചിന് അസുഖമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പണം പിരിക്കാൻ വരുന്നവരെ പോലെ അദ്ദേഹത്തിന് അയ്യപ്പൻ്റെ മുതൽ പുറത്തു കൊണ്ടുപോയി വിൽക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത അതോറിറ്റി സർട്ടിഫിക്കറ്റ് ആയിരുന്നു 2019 ഉത്തരവ്. അതുകൊണ്ട് ഞാൻ എല്ലാ ചർച്ചയിലും പറയുന്നുണ്ട്, ശ്രീ PK ഗോപൻ ഇപ്പോഴും പോറ്റിയെ കയറ്റിയത് എവിടെയാണ് എന്നുള്ള സംശയമുണ്ടെങ്കിൽ പോറ്റിയെ കയറ്റിയത് 2019 ഉത്തരവിലാണ്. ആ 2019 ഉത്തരവ് എങ്ങനെ വന്നു? അത് ദേവസ്വം ബോർഡ് കൂടി എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. കോടതി വിധികളെ മറികടന്ന്, ദേവസ്വം മാനുവലിനെ മറികടന്ന് അയ്യപ്പൻ്റെ സന്നിധാനത്ത് നിന്ന് ഈ സ്വത്തുക്കൾ പുറത്തു കൊണ്ടുപോകാനുള്ള സാഹചര്യമുണ്ടായത്. ആ ഉത്തരവുണ്ടാക്കിയത് മിനിറ്റ്സ് തിരുത്തിക്കൊണ്ടാണെന്നും അത് സ്വർണ്ണപ്പാളി എന്നുള്ളത് ചെമ്പുപാളിയാക്കിയതും അതിനുശേഷം പിത്തളപ്പാളി എന്ന് വാസു ആരോ എഴുതിയിരുന്നത് ഏറ്റവും വലിയ സ്വർണം കൈകാര്യം ചെയ്യൽ വിദഗ്ധരായ സഖാക്കൾ AKG സെൻറ്ററിൽ നിന്ന് പ്രത്യേകമായ പരിശീലനം ലഭിക്കുന്നവർ പിത്തളയല്ല ചെമ്പാണ് അതിന് കുറേ കൂടി നല്ലത് എന്ന് പത്മകുമാർ ആ ക്ലാസ്സിൽ നിന്ന് ലഭിച്ച പരിശീലനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് അത് ചെമ്പ് പാളി എന്ന് തിരുത്തി സ്വന്തം കൈപ്പടയിൽ എഴുതി എന്നുള്ളതാണ് കേസ്. പ്രേക്ഷകർ ദയവ് ചെയ്ത് തന്ത്രി അറസ്റ്റ് ചെയ്യപ്പെടുമ്പോഴോ മന്ത്രിമാർ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോഴോ കേസ് എന്താണെന്ന് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് ഗൂഢാലോചന ഹൈക്കോടതി ഉത്തരവിലൂടെ സ്ഥാപിച്ചത് ആദ്യം പത്മകുമാറിൻ്റെ മേത്താണ്, അല്ലേ? പത്മകുമാർ സ്വന്തം കൈപ്പടയിൽ അദ്ദേഹത്തിൻ്റെ അവിടുത്തെ രേഖകൾ മുഴുവൻ കോടതി ഉത്തരവോടെ പിടിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ സ്വന്തം കൈപ്പടയിൽ രേഖകൾ തിരുത്തിയെന്ന് കണ്ടതുകൊണ്ടാണല്ലോ പല പ്രാവശ്യം ജാമ്യം നിഷേധിച്ച് റിമാൻഡ് എക്സ്റ്റെൻഡ് ചെയ്തെന്ന് കോടതി ജയിലിൽ കടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജനങ്ങൾ ആരും മനസ്സിലാക്കരുത്, അത് മറന്നു പോകരുത്. പിന്നെ തന്ത്രിയെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്യണം. ദൈവതുല്യർ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്താൻ പറ്റുമോ? പണ്ട് മീനാക്ഷി എന്ന് പറഞ്ഞൊരു നടി പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാണ് ഏറ്റവും വലിയ നിരീശ്വരവാദികൾ എന്ന് പറഞ്ഞല്ലോ. കാരണം ഇത് ചെയ്താലൊന്നും സംഭവിക്കാൻ പോലെന്ന് ഏറ്റവും അറിയാവുന്നവർ ദൈവത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാണ് എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അവരെല്ലാം ഇതിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊന്നും ഗൂഢാലോചനയിൽ പങ്കാളികളല്ല എന്ന് ഞങ്ങൾക്കൊരു നിലപാടുമില്ല. ഇനി രാഹുൽ ഈശ്വർ എപ്പോഴും പറയുന്ന പോലെ 2019 ഈ വിവാദ ഉത്തരവ് കിട്ടിയതിന് ശേഷം 39 ദിവസം കൊണ്ട് നടന്ന കച്ചവടമല്ല ഗോപികൃഷ്ണൻ ഇത്. കാരണം ഇത് കോടതി പറഞ്ഞതെന്താ, ഈ യഥാർത്ഥ ദ്വാരപാലക ശില്പവും അതുപോലെ തന്നെ കട്ടളയും ജനൽപാളികളും അവിടുത്തെ പാളികളുമെല്ലാം അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി ആ ഡ്യൂപ്ലിക്കേറ്റ് സ്വർണം പൂശി അവിടെ കൊണ്ടുവന്ന് വെച്ചു എന്നാണ്. അപ്പോൾ ഈ യഥാർത്ഥ പാളി കൊണ്ടുപോയത് അവിടെ നിന്നാ? അത് സ്വർണം ഉരുക്കിയെടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് സ്വർണം എടുത്തിട്ട് പിന്നെയും സ്വർണം പൂശിയാൽ പോരെ? അല്ലല്ലോ. അപ്പോൾ സ്വർണ്ണപ്പാളിയും ദ്വാരപാലക ശില്പമെല്ലാം അതുപോലെ ഇവിടെ നിന്ന് കടത്തിയിട്ടുണ്ട്. എങ്ങനെ കടത്തി? കോടതി പറഞ്ഞ പോലെ അന്താരാഷ്ട്ര വിഗ്രഹ മോഷണ സംഘമായ സുധീഷ് കപൂറിൻ്റെ മാതൃകയിൽ അത് കടത്തി. 39 ദിവസം കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമാണോ? എന്ന് വെച്ചാൽ സാധാരണ ബുദ്ധിയോടുകൂടി ചിന്തിച്ചാൽ മനസ്സിലാകും, ഈ കൊള്ളയ്ക്ക് വേണ്ടി, ക്ഷേത്രക്കൊള്ളയ്ക്ക്, സ്വർണ്ണക്കൊള്ളാൻ ദേവീത് പറയരുത്, ക്ഷേത്രക്കൊള്ളയ്ക്ക് വേണ്ടിയിട്ട് കൃത്യമായ പദ്ധതി ആസൂത്രണം ചെയ്ത് ആ ക്ഷേത്രക്കൊള്ളയിലൂടെ കിട്ടുന്ന ഈ കാര്യങ്ങളെല്ലാം
മേടിക്കാൻ കഴിയുന്ന കോടതി സൂചിപ്പിച്ച വിൽഫുൾ ബയർ, കോടിക്കണക്കിന് രൂപ കൊടുത്താൻ പറ്റിയ വിൽഫുൾ ബയറെ കണ്ടുപിടിച്ച് അത് രാജ്യത്ത് നിന്ന് കടത്തുന്നതിനുള്ള ലോജിസ്റ്റിക്കൽ കാര്യങ്ങൾ തയ്യാറാക്കിയതിനു ശേഷം ഇതിവിടെ നിന്ന് കടത്തുന്നതിനും ഈ തുക സംബന്ധിച്ചും ഇവരുടെ വീതം സംബന്ധിച്ചും എല്ലാം തീരുമാനിച്ചതിനു ശേഷം ആ ഗൂഢാലോചനയുടെ പ്രോഡക്റ്റാണ് 2019 പത്മകുമാർ തിരുത്തിയ ഉത്തരവ്, വാസു ഉള്ള ഉത്തരവ്. അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടല്ലേ 2022 ഈ സ്വർണം നഷ്ടപ്പെട്ടത് കണ്ടുപിടിച്ചതിന് ശേഷവും ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് കണ്ടുപിടിച്ചതിന് ശേഷവും ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്യാതിരുന്നത്. അത് കണ്ടുപിടിച്ചതിൻ്റെ ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടല്ലേ കോടതി പറഞ്ഞത് 2019 ഈ കള്ളത്തരം മറച്ചു വയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് 2025 ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും വിളിച്ചു വരുത്തിയത്. അപ്പോൾ ഇതിനകത്ത് ബന്ധപ്പെട്ട എല്ലാവർക്കും അതിനകത്ത് കൃത്യമായ റോളുകൾ ഉണ്ടായെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു ശരി ശ്രീ രാജു പി നായർ, ഏതായാലും ആ റോളുള്ള മുഴുവൻ ആളുകളിലേക്ക് ഈ അന്വേഷണം എത്തുമോ എന്നുള്ളതാണ് ഇനി നമ്മുടെ മുന്നിലുള്ള ചോദ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.